യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 133 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ നിന്നുണ്ടാകുന്ന കൃപകളും കൃപാവരങ്ങളും അത് 9 അതിൽ8ഉം 9ഉം കൂടെ ചേർത്ത് ഈ ക്ലാസ് ഇവിടെ സമാപനം കുറിക്കുവാൻ താല്പര്യപ്പെടുന്നു. പ്രബോധനം, റോമാലേഖനം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. പ്രബോധനം എന്ന് പറയുന്നത് സഭായോഗത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് ഏതെങ്കിലും പറയുന്നതല്ല പ്രബോധനം എന്ന കാര്യം ഓർത്തുകൊള്ളുക. പ്രബോധിപ്പിക്കേണ്ടത് ദൈവത്താൽ വിളിച്ച് വേർതിരിച്ച ശുശ്രൂഷ വൃന്ദത്തിനുള്ള അവകാശമാണ് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. പ്രബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നൽകുന്നതിന് വേണ്ടിയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പ്രബോധിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, അതാണ് പ്രബോധനം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ട ആവശ്യമാണ്. ഇനി എന്താണ് പ്രബോധനം? എൻ്റെ അഭിപ്രായമല്ലല്ലോ ആവശ്യമായിരിക്കുന്നത്. 1 തെസ്സലോനി 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാ? ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ. പലപ്പോഴും പല മനുഷ്യന്റെ ഉൾക്കരുത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തണം. ബലഹീനരെ താങ്ങുവീൻ. ഇതൊക്കെ നമ്മുടെ സഭയിലെ ആളുകളുടെ അവസ്ഥയാണ്. ബലഹീനരായ വിശ്വാസികളുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. എല്ലാവരോടും. ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. പ്രതികാര മനോഭാവമുള്ളവരോട് പ്രതികാര മനോഭാവം ചെയ്യാതിരിക്കുവാൻ നമ്മൾ പ്രബോധിപ്പിക്കണം. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. അന്നേരം നമ്മുടെ പ്രബോധനങ്ങളെ നന്മ ചെയ്യാൻ കൂടിയാണ്. മറന്നുപോകല്ലേ, നമ്മുടെ പ്രബോധനത്തിനകത്ത് നന്മയുണ്ടായിരിക്കണം. എപ്പോഴും സന്തോഷിപ്പീൻ. പ്രബോധിപ്പിക്കുന്ന ആള് പറയുന്നത് കേട്ടോണം. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പറ്റും? അതൊക്കെ പറ്റും. നമ്മുടെ യാത്രയിലും നമ്മുടെ ജോലി കാര്യങ്ങളിലും ഏത് സമയത്തും സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മൾ പലപ്പോഴും നമുക്ക് വരുന്ന അനുഗ്രഹ വിഷയത്തിന് മുമ്പിലാണ് സ്തോത്രം ചെയ്യുന്നത്. ദുഃഖമാണേലും സുഖമാണേലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തുയേശു ദൈവിഷ്ടം. ഇതാണ് പ്രബോധനം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയൊന്നുമല്ല പ്രബോധനം. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. 9-ാമത്തെ ഭാഗം, 9-ാമത്തെ വരം. സഭ ഭരണം എന്ന് പറയും. ഭരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു വാക്കല്ല. കാരണം നമ്മുടെ വിശ്വാസികളെ ഭരിക്കുക, അല്ലെ പാർശ്വ വിശ്വാസികളെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ
നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. പക്ഷേ വാക്കിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോളേ ഇടയൻ ആടുകളെ മേയ്ക്കുക, ആടുകളെ പരിപാലിക്കുക, സംരക്ഷണ ചെയ്യുക, ഈ വാക്കാണ് ഭരണമെന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു വാക്കാകുമ്പോഴാണ് വ്യത്യാസം വരുന്നത്. തൻ്റെ കർത്തവ്യം വിശ്വാസികളിടയിൽ സത്യസന്ധമായി ചെയ്യണം. പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവ് തന്നെ ആടുകളെ പറ്റിയുള്ള ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടായിരിക്കട്ടെ, ആടുകളെ മുഴുവൻ സംരക്ഷിക്കുക എന്നുള്ള വാക്കാണ് ഭരണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഭരണത്തിന് ഒരു തുല്യതയും ഇതിനകത്തില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 1 തെസ്സലോനിയ 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം. നമ്മുടെ ഇടയിൽ അധ്വാനിക്കുകയും, ഭരണമെന്നുള്ള കാര്യം മാറ്റി വെക്കുക, അതവർക്ക് ഇഷ്ടമുള്ള വാക്കല്ല. പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിയണം, അവരുടെ വേല വിശ്വാസികൾ അറിയണമെന്നാണ് പൗലോസ് പറയുന്നത്. ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു, തമ്മിൽ സമാധാനമായിരിപ്പീൻ. ഈ ക്ലാസ്സോടുകൂടി നമ്മളിൽ ഉണ്ടാകുന്നായ കൃപാവരങ്ങളുടെ സമാപനം കുറിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിന് നമ്പർ പറഞ്ഞത് തെറ്റിപ്പോയി. 132 എന്നുള്ളത് 133 പോയി. എനിക്കത് ക്രമീകരിക്കാനുള്ള സംവിധാനം ഇല്ലാഞ്ഞതുകൊണ്ട് ഈ കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് 133-ാമത്തെ ക്ലാസ്സാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നീറുന്നവരുണ്ട്, വേദനപ്പെടുന്നവരുണ്ട്, കഷ്ടമനുഭവിക്കുന്നവരുണ്ട്, വടക്കേന്ത്യയിലെ ജയിലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ സമയം അടിയങ്ങൾ ഓർക്കുന്നു. കണ്ണുനീരിൻ്റെയും താഴ്വരയും നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നിങ്ങളുടെ ആശ്വാസകനായിരിക്കാൻ സ്തോത്രം. രോഗികൾക്ക് സൗഖ്യദായകനായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ഭൗതിക കടഭാരങ്ങളുണ്ടായിരിക്കും, അതിലൊക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് സഹായിക്കണമേ. എൻ്റെ ഈ ക്ലാസ് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.